അൽത്താഫിന് അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള ക്വാളിറ്റി ഉണ്ടോ? ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ പിന്നെ ഇതിനെ ഇഷ്ടപ്പെട്ടെ? നമ്മൾ ഇല്ലത് ഉപ്പള ഷെയിൽ ലേഡീസിലാണ് കേട്ടോ. നമ്മൾ അൽത്താഫിന്റെ ഷോപ്പാണ്. പെരുന്നാളിന്റെ ഇന്നലെ ഭയങ്കര തിരക്കിന്റെ ഇടക്ക് ഓക്ക് ആകെ ഒരു വായിച്ചു ഓക്ക് മാമാനെ കാണണം. മാമാനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്റെ മൈക്ക്, ഇത് പിടിച്ചോ. അതൊന്നും എൻ്റെ മൈക്ക്, ഒന്നും എൻ്റെ മൈക്ക്. ഇത് പിടിച്ചോ, അതിൽ കിട്ടൂല. അപ്പോൾ ഷംനാനെ ഞാനില്ല ഹിപ്നോട്ടിസം കുറേ ആയി ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പാക്കി, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടുന്ന് ചെയ്തതാണ്. ട്രൈ ആക്കാം. ആ പാട്ടെല്ലാം നോക്കാം. ഡോറുണ്ട് അവിടെ, ഡോറുണ്ട് അവിടെ. അപ്പോൾ ഷംനാനൊന്ന് ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ട്, ആള് സെറ്റാവും. പക്ഷേ കുറച്ച് എന്താ പറയുക, ടഫാണ്. ഫോൺ സൈലന്റ് ആയിക്കോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കൈ അടി തന്നെ പറഞ്ഞോട്ടെ ക്യാമറ. ഷംന, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇമാജിനേഷനാണ്. അതായത് നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ കാണും. ഓക്കെ, ഏകദേശം എല്ലാ ആൾക്കാർ കാണലുണ്ട്. ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് മൈൻഡിലെടുക്കണം. വേറെ ഇപ്പുറത്തെ സൗണ്ടൊന്നും മൈൻഡിൽ കൊണ്ടുവരണ്ട. ഓക്കെ, ഞാൻ എന്താണെന്നോ പറയുന്നത് അത് മാത്രം മൈൻഡിൽ കൊണ്ടുവരാം. ഇവിടെ അടുത്ത് വേറെ ആരുമില്ല, അൽത്താഫ് മാത്രമേ ഇല്ലൂ കേട്ടോ. അത് മാത്രം ചിന്തിച്ചാൽ മതി. സേഫാണ്, പേടിക്കാനുള്ള ഒരു സംഭവമൊന്നുമില്ല. അൽത്താഫ് ഇവിടെ ഉണ്ടാവും. പിന്നെ വേറെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരെ ഒന്നും ചെവി കൊള്ളണ്ട, ഞാൻ പറയുന്നത് മാത്രം കേൾക്കാം. ഓക്കെ ഓക്കെ, ജസ്റ്റ് ബ്രീത്ത് എടുത്തോ, കണ്ണടച്ചു ജസ്റ്റ്. ഓക്കെ, ചാരി ഇരുന്നു അങ്ങോട്ടേക്ക്. ഓക്കെ അല്ലേ? കൈയൊന്നും കെട്ടണമെന്നില്ല. ഓക്കെ, ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യുക. വേറെ ഒന്നും മൈൻഡിൽ കൊണ്ടുവരണ്ട. നല്ല പോലെ ബ്രീത്ത് എടുക്കുക, ജസ്റ്റ് ഹോൾഡ് ചെയ്യുക, മെല്ലെ റിലീസ് ചെയ്യുക. ഷംനാക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്താണോ പറയുന്നത് അത് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഷംനാനെ ഞാൻ ഷംനാൻ്റെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഷംനാൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് കൊണ്ടുപോവാണ്. ഷംനാൻ്റെ ചെറുപ്പകാലത്തിലേക്ക് കൊണ്ടുപോവാണ്. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ആ ചെറുപ്പകാലത്തിലേക്ക് ഷംനാനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവാണ്. ഷംനാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരെ ഷംനാക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഷംനാൻ്റെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരെയും ഷംനാക്ക് ഇപ്പം നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട്. അവരൊപ്പം ഉണ്ടായ നല്ല മുഹൂർത്തങ്ങൾ, നല്ല സമയം ഷംനാൻ്റെ മനസ്സിലിപ്പം കയറി വരുന്നുണ്ട്. എല്ലാം നല്ലൊരു ലൈവായിട്ട് ഷംനാക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഷംനാക്ക് ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ഷംന ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്ന, ഷംന ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള ഷംനാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മമ്മ ഇപ്പോൾ ഷംനാൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് ഷംനാക്ക് ഇപ്പം നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഉമ്മമ്മാനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഷംനാക്ക്. ഷംനാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഷംന ഒരുപാട് മിസ് ചെയ്യുന്ന ഉമ്മമ്മാനെ, ഷംന ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഉമ്മമ്മാനെ ഇപ്പോൾ ഷംനാക്ക് മുമ്പിൽ നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സ്നേഹിച്ച ഷംന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഷംന, ഷംന ഏറ്റവും മിസ് ചെയ്യുന്ന, ഷംനാൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷംനാൻ്റെ ഉമ്മമ്മ. ഉമ്മമ്മാൻ്റെ മുഖം നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഉമ്മമ്മാനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ഷംനാക്ക്. ഷംനാൻ്റെ മുമ്പിൽ ഉമ്മമ്മ ഈ സമയത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അത്രയ്ക്കും ഇഷ്ടമാണ്. ഷംന ഏറ്റവും കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഷംനാൻ്റെ ഉമ്മമ്മ ഷംനാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഷംന ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഷംനാൻ്റെ ഉമ്മമ്മ ഷംനാൻ്റെ മുമ്പിലുണ്ട്. ഷംനാക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഉമ്മമാനോട്. ഉമ്മമാനെ കാണുന്ന സമയത്ത് ഷംനാൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ആ ഒരു ഫീലിങ്സ് ഷംനാക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്.
ഉമ്മാനെ കാണുന്ന സമയത്ത് ഷംനാക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ഉമ്മാനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഉമ്മാനെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഉമ്മാനെ നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഉമ്മാനോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്. ഉമ്മാനോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്. ഷംനാക്ക് അത്രക്കും മിസ് ചെയ്ത വ്യക്തിയാണ്. ഷംനാക്ക് ഇപ്പോൾ ഉമ്മമാനെ നല്ല പോലെ കാണാനും പറ്റുന്നുണ്ട്. ഷംന നല്ല മനോഹരമായിട്ടുള്ള സ്ലീപ്പിലാണുള്ളത്. ഈ സമയത്ത് ഷംനാക്ക് ഉമ്മമാരോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഷംനാക്ക് ഉമ്മമാനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. ഉമ്മമാനോടൊരു സലാം പറയാൻ വേണ്ടിയിട്ട് ഷംന പോകുന്നതായിരിക്കും. ഷംനാൻ്റെ വലത് കൈ കൊണ്ട് ഉമ്മമാക്കൊരു ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കും. ഷംന അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഷംനാൻ്റെ ഉമ്മമാനെ ഇപ്പോൾ നേരിൽ കാണുന്നുണ്ട്, മുമ്പിൽ കാണുന്നുണ്ട്. ഷംനാൻ്റെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് ഉമ്മമാനോടൊരു സലാം പറയാം കേട്ടോ. സമയത്ത് ഉമ്മമാൻ്റെ കയ്യിലാണ് പിടിച്ചിട്ടുള്ളത്. ഷംനാക്ക് കാണാൻ പറ്റുന്നത് എന്താ പറയാനുള്ള ഉമ്മാനോട്? ഷംനാക്ക് പറയാട്ടോ. ഷംനാൻ്റെ കയ്യിൽ ഇപ്പോൾ പിടിച്ചിട്ടുള്ളത് ഷംനാൻ്റെ ഉമ്മമാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഷംന ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഷംനാൻ്റെ ഉമ്മമാണ് ഇപ്പോൾ കയ്യിൽ പിടിച്ചിട്ടുള്ളത്. ഉമ്മമാനോട് എന്താ പറയാനില്ല ഷംന? പറഞ്ഞു, ഉമ്മമാനോട് പറഞ്ഞു. ഉമ്മമാനെ ഇഷ്ടമാണോ? മിസ് ചെയ്തിനാ? എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ ഉമ്മാനോട്? എന്ത് പറ്റി? ഹോസ്റ്റലുണ്ടായതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞല്ലേ? ഉമ്മാനെ എത്ര ഇഷ്ടമുണ്ട്? ഒരുപാട് ഇഷ്ടമുണ്ടോ? ഉമ്മാനെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? ഉമ്മാൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും? വീട്ടിൽ ഏറ്റവും കൂടുതൽ ആരോടാ ഇഷ്ടമുണ്ടായത്? ഉമ്മമാക്ക് നിന്നോടാ ഇഷ്ടമുണ്ടായത്? നിനക്കോ? ഉമ്മമാനോടാണ് ഇഷ്ടമുണ്ടായത്. എന്താ റീസൺ? ഇപ്പോഴത്തെ ലൈഫ് ഉമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ സങ്കടമുണ്ട്. ഉമ്മമാനൊന്ന് ഹഗ് ചെയ്യണോ? ഉമ്മമാനൊന്ന് ഹഗ് ചെയ്തോ? ഉമ്മ മുമ്പിലുള്ളത് ഇപ്പോൾ ഹാപ്പിയാണോ? ഷംന ഹാപ്പിയാണോ? ഷംന അവിടെ ഇരുന്നു. എന്താ പറയാനല്ലോ ഉമ്മമാനോട്? ഉമ്മ എന്താ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്? കാണുന്നില്ലേ? എന്താ ഇട്ടിട്ടുള്ളത്? നെയ്റ്റാന്ന് ഇട്ടിട്ടുള്ളത്. ഏതാ കളറ്? വെളുത്ത നെയ്റ്റ്. ഉമ്മക്ക് എന്തോ പറയണ്ടല്ലോ എന്നോട്? ഉമ്മ അതൊക്കെ അറിയുന്നു. ഉമ്മമാനോട് കരയണ്ടാറെ. നിന്നെ മിസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഷംന കരയണ്ടെന്ന് പറ ഉമ്മമാനോട്. ഉമ്മമാനോടൊന്നും ചോദിക്കാനുണ്ടതിന്? ഉമ്മ പോന്ന് പറയുന്നുണ്ട്. എന്താ പറയണ്ടേ? ഷംന ഷംന ഉമ്മ പോകുന്നെന്ന് പറയുന്നത് എന്താ പറയണ്ടേ? സലാം പറയുന്നുണ്ട്. സലാം അടയ്ക്കൊക്കെ ഉമ്മ. ഉമ്മ പോയിക്കോട്ടാ. ഷംന ഹാപ്പി അല്ലേ? സന്തോഷമായില്ലേ? ഇനി ഉമ്മമാനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ട് ബേജാറ് പറയോ? ഇല്ലല്ലോ. ഒരു മുത്തം കൊടുക്കാട്ടെ കയ്യിൽ. ഓക്കെ, ഉമ്മ പോയിക്കോട്ടെ കേട്ടോ. ഷംന ചെറിയ സ്ലീപ്പിലേക്ക് പോവും. നല്ല സ്ലീപ്പിലേക്ക് പോകുന്നുണ്ട്. ഹാപ്പിയാണ്. റിലാക്സ് ചെയ്യുക. ചെറുതിൽ മരിച്ചു. അപ്പോൾ അവനെ കണ്ട് പരിചയമുണ്ടോ?
എത്ര വയസ്സിലാണ് മരിച്ചേ? 2 വയസ്സിൽ മരിച്ചു. ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഉപ്പാനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? ഉപ്പാനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടറിയോ? എന്താണ് പറഞ്ഞു? ഉപ്പാക്ക് ഒരു 2 ആൺമക്കൾ, ഉപ്പാവും അനിയനും. അപ്പോൾ ഞാൻ ഫസ്റ്റ് വരുന്ന പേരക്കുട്ടി പെണ്ണ്, അതിനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു എന്നോട്. ഉപ്പാനെ വലുതായിട്ടാകുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല. ഉപ്പാനെ ഇപ്പോൾ കണ്ടാലോ നമുക്ക്? ഷംന ചെറിയൊരു സ്ലീപ്പിലേക്ക് പോവാണ്. ഷംന ഇപ്പോൾ ചെറിയ കുഞ്ഞാണ്, 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. ഈ സമയത്ത് ഷംനക്ക് ഒരുപാട് ആൾക്കാർ, ഫാമിലീസ് എല്ലാവരും ഉണ്ട് അടുത്ത്. ഷംനാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ആ സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഉപ്പൂപ്പ ഷംനാനെ ഇങ്ങനെ എടുത്ത് നടക്കുന്നതായി ഷംനക്ക് നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഉപ്പൂപ്പാനെ നല്ല പോലെ മുഖം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഉപ്പൂപ്പാനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇഷ്ടമായിരുന്നു. ഉപ്പൂപ്പ എന്താ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് ഷംന? തുണി എടുത്തിട്ടുണ്ട്. ഷംനക്ക് നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഉപ്പൂപ്പായുടെ മുഖം നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഉപ്പൂപ്പ നല്ല ഹാപ്പിയിൽ ചിരിച്ചുകൊണ്ട് ഷംനാൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ചിരിച്ചുകൊണ്ട് നല്ല ഹാപ്പിയിൽ നിൽക്കുന്നുണ്ട്. ഷംനാക്കും നല്ല ഹാപ്പി ഉണ്ട്. ഉപ്പൂപ്പ ഇപ്പോഴും ഷംനാൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് ഷംനാക്ക് നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട്. ഉപ്പാനോട് എന്തോ പറയണ്ടല്ലോ ഷംന, എന്താ പറയാനല്ലേ? അതെന്താ ഉപ്പൂപ്പാനോടൊന്നും പറയാനില്ലാത്തെ? ഉപ്പൂപ്പാനെ അത്ര അറ്റാച്ച്ഡ് അല്ല? ഓർമ്മയില്ലല്ലേ? 2 വയസ്സാകുമ്പോൾ സംസാരിച്ചിട്ട് അങ്ങനെ ഓർമ്മയുണ്ടാവില്ല അല്ലേ? പക്ഷേ ഇപ്പോഴും സ്റ്റിൽ ഉപ്പൂപ്പ ഇവിടെയുണ്ട്. പക്ഷേ ഷംനാക്ക് വയസ്സ് ഇപ്പോൾ 2026 തന്നെയാണ് ഉള്ളത്. ഷംനാക്കെല്ലാം സംസാരിക്കാനും എല്ലാം അറിയൊക്കെ ചെയ്യും. ഷംനാൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉപ്പൂപ്പ ഷംനാനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത്. ഉപ്പാനെ കാണുന്നുണ്ടോ? ഉപ്പാനെ കാണുന്നുണ്ടോ? ഉപ്പൂപ്പ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഷംനാക്ക് നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട്. ഷംനാക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ ലുങ്കിയൊക്കെ കൊടുത്തിട്ട് ഉപ്പൂപ്പാക്കൊരു ഷെയ്ക്കാൻ്റെ കൊടുത്തേ, സലാം പറഞ്ഞേ. ഉപ്പൂപ്പാന്ന് ഷംനാൻ്റെ കയ്യിൽ പിടിച്ചിട്ടുള്ളത് കേട്ടോ. ഷംനാക്ക് നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട്. ഉപ്പൂപ്പാനോട് ഒരുപാട് ഇഷ്ടമാണ്. ഉപ്പൂപ്പാനോട് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പൂപ്പാനോട് എന്തെങ്കിലും പറഞ്ഞോ? എന്താ പറയാനല്ലേ? മംഗലം കഴിഞ്ഞാൽ ഉപ്പൂപ്പാനോട് പറഞ്ഞിനാ? അന്ന് പറഞ്ഞോ. എന്താ ചിരിക്കുന്നു? ഉപ്പൂപ്പാനോട് പറയണ്ടേ? അറിയാം, ഉപ്പൂപ്പാക്ക് അറിയാം അല്ലേ? ഓക്കെ, കൈവിട്ടോ. റിലാക്സ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, റിലാക്സ്. സ്ലീപ്പ്, 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 സ്ലീപ്പ്. ഇനി ഷംന ഞാൻ വിളിച്ചിട്ടില്ലാണ്ട് ഈ ഉറക്കം നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ വിളിച്ചാൽ മാത്രമേ ഷംനാക്ക് ഇപ്പം ഉറക്കം നിന്ന് എഴുന്നേക്കാൻ പറ്റൂ. വേറെ ആര് വിളിച്ചാലും ഇപ്പോഴുള്ള സ്ലീപ്പിൽ നിന്ന് എണീക്കാൻ പറ്റില്ല. ഷംനാക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഷംന? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ മനസ്സിൽ? ഹാപ്പിയാണ്, എല്ലാ കാര്യത്തിലും ഹാപ്പിയാണ്, ടെൻഷനൊന്നുമില്ല. എന്താ ഇത്ര ഹാപ്പിയാൻ കാരണം എന്താ? അൽത്താഫിനെ ഇഷ്ടമാണോ? എത്രത്തോളം ഇഷ്ടമുണ്ടോ അൽത്താഫിനെ? അൽത്താഫിന് ഇഷ്ടപ്പെടാൻ എന്താ റീസൺ ഉണ്ട്? എങ്ങനെയാണ് കണ്ടുപിട്ടി? അൽത്താഫിനെ എങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്? എവിടെ പഠിക്കുമ്പോഴാണ്? കാസർഗോഡ് പഠിക്കുമ്പോൾ. എന്നിട്ട് ഫസ്റ്റ് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഫസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ചങ്ങായിനോട് നീ പറഞ്ഞതാണോ അല്ല അൽത്താഫിനോട് പറഞ്ഞതാണോ? അൽത്താഫിനോട് പറഞ്ഞു. എന്നിട്ട് നീ അക്സെപ്റ്റ് ചെയ്തോ? ഫസ്റ്റ് തന്നെ അക്സെപ്റ്റ് ചെയ്തോ? പിന്നെ എപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്ത്? ഓർമ്മയില്ല. അൽത്താഫിന് അങ്ങനെ ഇഷ്ടപ്പെടാൻ ക്വാളിറ്റി ഉണ്ടോ? ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ പിന്നെ ഇതിനെ ഇഷ്ടപ്പെട്ടെ? പെട്ടുപോയതാണോ? ഇഷ്ടപ്പെടാൻ ഒരു റീസണും ഇല്ല. അൽത്താഫിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമേ ഇല്ല. എന്താണ്? കുറേ മുട്ടായി മേടിച്ചു തന്നുകൊണ്ടാണ് ഷംന വീണ അല്ലേ? മുട്ടായി അങ്ങനെ ഇപ്പോൾ എത്ര ആൾ മേടിച്ചു തരും? മുട്ടായി മേടിച്ചു തന്നുണ്ടെന്ന് മാത്രമല്ലല്ല, അങ്ങനെ ഇപ്പം കുറേ ആൾക്കാർ മുട്ടായി മേടിച്ചു തരുമല്ലേ? വേറെന്തോ ഉണ്ടല്ലോ സ്പാർക്ക് അടിക്കാൻ? അറിയില്ല, വീണ് പോയി.
അൽത്താഫിൻ്റെ കൂടെ ഹാപ്പിയാണോ? ഉം. ഹാപ്പിയാണ്. ആ, ഇനി എന്താണ് ഡ്രീം, എന്താണ് ഇനി ഭാവിയിലേക്ക്? അറിയില്ല. അതും അറിയില്ല. ദുബായ് പോകണം. ദുബൈയിൽ പോകണം. എന്തിനാ പോകുന്നത്? ചുറ്റാൻ. കറങ്ങാൻ വേണ്ടിയിട്ട് പോകണം അല്ലേ? അൽത്താഫ് ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കൊണ്ടുവന്ന്? ദുബൈയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അൽത്താഫ്. പിന്നെന്താ പോവാൻ? പോയിന്. പോയിട്ടുണ്ട്. ഇനിയും പോകണം. ഉം. ഓക്കെ. വേറെന്താ ആഗ്രഹമില്ലേ? എല്ലാം കൊണ്ട് ഓക്കെയാണ്, ഉം. ഹാപ്പിയാണ്. ഓക്കെ, റിലാക്സ് കേട്ടോ. റിലാക്സ് ചെയ്യുക. ചെറിയൊരു സ്ലീപ്പിലേക്ക് പോകും. ഷംന ഇനി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. നല്ല ഹാപ്പി ആയിരിക്കും, നല്ല എനർജി ഉണ്ടാവും. 1 2 3 ഓപ്പൺ. എന്താണ് ഷംന? എന്തെറ്റി? എന്താ പറ്റിയാ? അറിയില്ല. തല എക്സ്പീരിയൻസ് ആരെയും കണ്ടിനാ? ആരെ? മാമന്. എന്നിട്ട് എന്ത് പറഞ്ഞ നീ? ഇത് പറഞ്ഞില്ല. എന്തേ മാമാനെ കണ്ടിട്ടൊന്നും പറയാമെന്ന് നിനക്ക്? ഇപ്പം എന്ത് തോന്നുന്നു? ഇപ്പോൾ കണ്ണു തുറന്നിട്ടാമോ മൊത്തത്തിലൊരു ഫീൽ എന്താണ്? തലവമ്പലാന്നുണ്ടോ? അത് മാറ്റാം. തലവമ്പല നമുക്ക് മാറ്റാം. വേറെന്ത്? ഹാപ്പി ആയിനാ? അൽത്താഫ് കുറേ മാസങ്ങൾ ബാക്കി ഞാൻ വേണം ചൂന്നെടുക്കും. മുട്ടായി കൊടുത്ത കഥ മാത്രമേ പറഞ്ഞു. അതെല്ലാം ഓർമ്മയുണ്ടോ? മുട്ടായി കൊടുത്താന്ന് പറഞ്ഞാലും ഓർമ്മയുണ്ടോ? എന്തെല്ലാം പറഞ്ഞവനെ കുറിച്ചിട്ട് സുബാനുള്ള. അല്ല, സീരിയസ്ലി പറഞ്ഞെങ്കിലേ ഇതൊരു കുറേ ആള് വിചാരിക്കും എങ്ങനെ പറഞ്ഞാൽ ആക്ടിങ് എന്ന് വിചാരിക്കും. വല്ലായി സത്യം. ഞാൻ ഇങ്ങനത്തെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ഞാനിപ്പോ യഹിയാന്റെ എൻ്റെ ബ്രദറിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ ഇങ്ങനെയല്ല ചെയ്യുന്നത്, നേരെ പറഞ്ഞെങ്കിൽ അത് നമ്മൾ ചിലപ്പോൾ ആക്ടിങ് ആയിട്ടുണ്ടാവും, മുമ്പേ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ടായിട്ടുണ്ടാവും. പക്ഷെ അങ്ക് പേഴ്സണലി എനിക്ക് ആ ഒരു ഫീല് കിട്ടിയിട്ട. പക്ഷെ ഷംനക്ക് കിട്ടിയിട്ടുണ്ട്. ഷംന എന്നോട് അന്നേ പറഞ്ഞു എന്ത് മറ്റേ എന്തുണ്ടായിരുന്നു, മറ്റേ ടർക്കിഷ് അതിന്റെ പരിപാടി ഉണ്ടാകുന്ന സമയത്ത് ഷംനക്ക് ഒരു കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അന്ന് ഷംനാന് ചെയ്യായിരുന്നു. പക്ഷെ ഷംന അന്നില്ലേ കുറെ സൗണ്ടും കാര്യമെല്ലാം ഉണ്ടായോണ്ട് ഓക്കെ ആയിരുന്നില്ല. അപ്പൊ ഷംനക്ക് ഇന്ന് മാമാനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് അത് എന്തെന്ന് പറഞ്ഞാൽ ഞമ്മക്കൊരു അതെങ്ങനെ ഞങ്ങൾക്ക് അറിയുന്നില്ല. ഇത് ശരിക്കും ഒരു തോന്നിക്കലാണ്. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഇവിടെ അനുസരിക്കും. നിന്നെ വേണ്ട പറഞ്ഞാൽ നിന്നിട്ടിട്ട് പോകും. അങ്ങനെ ആക്കട്ടാ. നീ അവനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞ നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? പറഞ്ഞെന്തെങ്കിലും ഓർമ്മയുണ്ടോ അവനെ കുറിച്ച്? പറഞ്ഞേ എന്ത് ഓർമ്മയില്ലേ? ഓള് പോലെ അറിയാണ്ട് പറഞ്ഞതാണ്. അതല്ലോ എന്നെ വേണ്ടല്ലേ. ആ വീഡിയോ വരുന്ന സമയത്ത് എന്തായാലും കുറച്ച് അറിയും. ഏത് അമ്മോ ആര് കരഞ്ഞു? ഓളെന്തിനു കരഞ്ഞു? നീ മാമ കരണ്ട് വന്നാല് അത് ഓക്കെ. ഓളെ സങ്കടം കണ്ടിട്ട് കരഞ്ഞാന്ന്. വേറൊന്നല്ല. ഇവക്കൊന്നും മനസ്സിലാവില്ല. ആ വീഡിയോ കണ്ടാലും മനസ്സിലാവും എന്താ സംഭവിച്ചതെന്ന്. എല്ലായിടത്തും ഈ ബ്ലോഗിലുണ്ടല്ലോ. പക്ഷെ ഇത് നമ്മ നാച്ചുറൽ ആക്ടിങ് വിചാരിക്കും. പക്ഷെ അങ്ങനൊന്നും അല്ല. ഞങ്ങക്ക് ഞാൻ ഷംനാനെ കണ്ടത് ഞങ്ങക്ക് കരച്ചില് വന്നു. പക്ഷെ കരച്ചിൽ വന്നിട്ട് ഇടയിൽ നിന്ന് ചിരിക്കും. പക്ഷെ ഭയങ്കര സംഭവമാണ് ഇത്. ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് കൂടുതൽ ഇതാവും അല്ലെ. നമുക്ക് ചില ആള് ഇപ്പൊ ഈ കാണുന്ന വ്യൂവേഴ്സ് വിചാരിക്കില്ലേ ഇത് ആക്ടിങ്.